എല്ലാം തീരുമാനിച്ചതും നടത്തിയതും സിത്താരയാണ്. വളരെ വൈകിയാണ് അച്ഛനും മുത്തശ്ശി ഇത് അറിയുന്നത്. തുറന്നു പറഞ്ഞ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള പേടിയോണ്ടാ ഒന്നും പറയാതിരുന്നേ. സിത്താരയുടെ മകൾ ഗാഥയല്ല നീ താലി കെട്ടിയത്. നീ താലി കെട്ടിയത് കൃഷ്ണയാ. പാവമാണ് കൃഷ്ണ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവള്. അവളെ കുറിച്ചാ സിദ്ധനും പൂജാരിമാരും ജ്യോത്സ്യരൊക്കെ പറഞ്ഞത്. അവളാണ് കളരിക്കൽ കുടുംബത്തിന്റെ നാഗശാപം തീർത്തത്. അവളാണ് ദൈവം നിനക്ക് വിധിച്ച പെണ്ണ്. മോനെ, അമ്മ ഇപ്പോഴാ മോനെ ഇതൊക്കെ അറിയുന്നത്. സത്യം. എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്ന് ആലോചിക്കുമ്പോ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ മോനെ ജീവനെ പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ കൃഷ്ണ. സാറേ, എനിക്കറിയാം സാറേ, സാറിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണില്ലാതെ സാറിന്റെ ജീവിതം പൂർണ്ണമാവില്ലെന്ന്. നവീൻ, ഞാനാണ് ഗാഥ ശ്രീനിവാസ്. ഞാനില്ലേ നവീനെ സ്നേഹിച്ചേ? ഞാനില്ല അപ്പൊ നവീൻ കൂടെ? നവീന്റെ കൂടെ കളരിക്കലേക്ക് വരാൻ പോകുന്നത് ഞാനാ. ഇനി ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല നവീൻ. ഞാൻ നവീന്റെ ഒപ്പം നല്ല ഭാര്യയായിട്ട് ജീവിച്ചോളാം നവീൻ. അയ്യോ നവീൻ, മാറി നിൽക്ക, അങ്ങോട്ട് മാറി നിൽക്ക. ഒരു ചതിയുടെ ഭാഗമായിട്ടാ നീ എന്റെ മുന്നിലേക്ക് വന്നത്. നീ എന്നെ ചതിച്ചവരെ പോലെ ആയില്ല. അഭിനയിക്കാൻ വന്നവളാണെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിച്ചു. നവീനെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരണം. അയ്യോ മോളെ, നീ ഞങ്ങളുടെ കൂടെ വരണം. എനിക്ക് വേണം, തന്തേട്ടന് വേണം, എന്റെ മോനും നിന്നെ വേണം. നോക്ക്, കളരിക്കൽ കുടുംബത്തിന് നിന്നെ വേണം. സംഭവിച്ചു പോയ വലിയൊരു തെറ്റ് അതിവിടെ തിരുത്തുക. മോളെ,